നമ്മൾ വീണ്ടും നേരെ വത്തിക്കാനിലേക്ക് തന്നെ പോവുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ കുർബാന അർപ്പിക്കുകയാണ്. ആ കുർബാനയിൽ അർപ്പിക്കുമ്പോൾ മാർപ്പാപ്പയ്ക്കൊപ്പം നമുക്ക് അഭിമാനിക്കാവുന്ന, നമുക്ക് സന്തോഷിക്കാവുന്ന ചില നിമിഷങ്ങൾ കൂടി കാണുകയാണ്. നമ്മുടെ സ്വന്തം മാർ ജോർജ് കൂവക്കാടും മാർപ്പാപ്പയ്ക്കൊപ്പം ഈ കുർബാനയിൽ പങ്കെടുക്കുകയാണ്. നമുക്കറിയാം, ഇത് വിശ്വാസികളെ സംബന്ധിച്ച് ഡിസംബർ, ഇത് ക്രിസ്മസ് മാസമാണ്. ആ സമയത്ത് കത്തോലിക്ക വിശ്വാസികളുടെ മനസ്സിലൊക്കെ അനുഗ്രഹ നിമിഷമായി, സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നിമിഷമായിരുന്നു ഇന്നലെ കണ്ടത്. മാർ ജോർജ് ജേക്കബ് കൂവക്കാട് കർദിനാളായി അഭിഷിക്തനായി ഇപ്പോൾ മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാനയിൽ പങ്കെടുക്കുകയാണ് മാർ ജോർജ് കൂവക്കാടും. ആകെ 21 പേരാണ് കർദിനാൾ സ്ഥലത്തേക്ക് ഉയർത്തപ്പെട്ടത്. നമ്മൾ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വൈദികനായിരിക്കെ തന്നെ നേരിട്ട് കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടു എന്നുള്ളത് വലിയൊരു ബഹുമതിയാണ് നമ്മളെ രാജ്യത്തെ സംബന്ധിച്ച്, ചങ്ങനാശ്ശേരി അതിരൂപതയെ സംബന്ധിച്ചൊക്കെ. സന്തോഷ നിറവിലാണ് വിശ്വാസി സമൂഹം. കർദിനാൾ തിരുസംഘത്തിൽ ഒരേ സമയം 3 മലയാളികൾ വരുന്നതും ചരിത്രത്തിൽ തന്നെ ഇത് ആദ്യമായിട്ടാണ്. അറിയേണ്ട ഒരു കാര്യം, ഇങ്ങനെ കർദിനാൾമാരായി അഭിഷിക്തരാകുന്നവരാണ് അടുത്ത മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കാൻ പോകുന്നത് എന്നുകൂടിയുണ്ട്. അപ്പോൾ അടുത്ത മാർപ്പാപ്പയെ ആര് എന്ന് തെരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ രാജ്യത്ത് നിന്ന്, നമ്മുടെ കേരളത്തിൽ നിന്ന്, നമ്മുടെ ചങ്ങനാശ്ശേരിയിൽ നിന്നുള്ള മാർ ജോർജ് കൂവക്കാടും ഒരു പങ്കാളിയാകും എന്നുള്ള കാര്യം കൂടിയുണ്ട്. അതൊരു വലിയ ബഹുമതി തന്നെയാണ്. ഇപ്പോൾ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ നടക്കുന്ന ചടങ്ങുകൾ എന്ന് പറഞ്ഞാൽ പഴയ കർദിനാൾമാരും അതോടൊപ്പം തന്നെ പുതിയതായി സ്ഥാനമേറ്റ 21 കർദിനാൾമാരും മാർപ്പാപ്പയ്ക്കൊപ്പം കുർബാന അർപ്പിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലും അതോടൊപ്പം തന്നെ മാർ ജോസഫ് പെരുന്തോട്ടവും സഹകാർമ്മികരായി ഈ കുർബാനയിൽ പങ്കെടുക്കുന്നുണ്ട്. Dominus vobiscum. Lectio Sancti Evangelii secundum Lucam. In quel tempo l'angelo Gabriele fu mandato da Dio in una città della Galilea chiamata Nazareth a una vergine promessa sposa di un uomo della casa di Davide di nome Giuseppe. La vergine si chiamava Maria. Entrando da lei ഭാരത സഭാ ചരിത്രത്തിൽ പുതിയ അധ്യായമാണ് ഇന്നലെ ഡിസംബർ 7 എഴുതി ചേർത്തത്. ജോർജ് കൂവക്കാടിന്റെ അഭിഷിക്ത ചടങ്ങുകൾ നമ്മൾ ഇന്നലെ കണ്ടു. ഒരു വൈദികനെ നേരിട്ട് കർദിനാളാക്കുന്നത് ഭാരത സഭാ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ്. ചങ്ങനാശ്ശേരി അതിരൂപതയിൽ നിന്ന് തന്നെ മാർ ആന്റണി പടിയറ, അത് കഴിഞ്ഞ് മാർ ജോർജ് ആലഞ്ചേരി, ഇവർക്ക് ശേഷം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് മോൻ ജോർജ് ജേക്കബ് കൂവക്കാട്. Perché hai trovato grazia presso Dio, ed ecco concepirai un figlio, lo darai alla luce e lo chiamerai Gesù. Sarà grande e verrà chiamato figlio dell'Altissimo. Il Signore Dio gli darà il trono di Davide suo padre e regnerà per sempre sulla casa di Giacobbe. E il suo regno non avrà fine. Allora Maria disse all'angelo: come avverrà questo? Poiché non conosco uomo.
Le rispose l'angelo: lo Spirito Santo scenderà su di te e la potenza dell'Altissimo ti coprirà con la sua ombra. Perciò colui che nascerà sarà santo e sarà chiamato Figlio di Dio. Ed ecco, Elisabetta, tua parente, nella sua vecchiaia ha concepito anch'essa un figlio, e questo è il 6° mese per lei, che era detta sterile. Nulla è impossibile a Dio. Allora Maria disse: ecco la serva del Signore, avvenga a me secondo la സഭയ്ക്കിത് tua സന്തോഷത്തിന്റെ parola. അഭിമാനത്തിന്റെ അനുഗ്രഹീത നിമിഷമാണ്. വത്തിക്കാനിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ, കുർബാനയുടെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മാർ ജോർജ് കൂവക്കാടിനെ കുറിച്ച്, അദ്ദേഹം ആരാണ്, അദ്ദേഹത്തിന്റെ വന്ന വഴി ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, SP കോളേജിൽ കെമിസ്ട്രി ബിരുദം പൂർത്തിയാക്കിയ ശേഷം 1995 മാർ ജോർജ് ജേക്കബ് കൂവക്കാട് സെന്റ് തോമസ് മൈനർ സെമിനാരിയിൽ വൈദിക പഠനത്തിന് വേണ്ടി ചേർന്നത്. ആലുവ സെന്റ് ജോസഫ് പൊന്തിഫിക്കൽ മേജർ സെമിനാരി, അത് കഴിഞ്ഞ് റോമിലെ സാന്താ ക്രോച്ചെ എന്നിവിടങ്ങളിലായാണ് വൈദിക പഠനം അദ്ദേഹം പൂർത്തിയാക്കിയത്. 2004 വൈദികനായി. റോമിൽ നിന്ന് കാനൻ നിയമത്തിൽ PhDയും നേടി. പാറയിൽ സെന്റ് മേരീസ് പള്ളിയിൽ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിച്ചു. പൗരോഹിത്യത്തിന്റെ 20ാം വർഷം കർദിനാൾ പദവിയിലേക്ക് ഉയർത്തപ്പെടുകയാണ്. മലയാളത്തിന് പുറമെ സ്പാനിഷ്, ഇറ്റാലിയൻ, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകളും ജോർജ് ജേക്കബ് കൂവക്കാടിന് അസ്സലായി വഴങ്ങും. വത്തിക്കാൻ നയതന്ത്ര സർവീസിൽ കയറിയ ശേഷം അൾജീരിയ, ദക്ഷിണ കൊറിയ, മംഗോളിയ, ഇറാൻ, കോസ്റ്ററിക്ക എന്നിവിടങ്ങളിൽ അപ്പോസ്തലിക് നുൻഷോയുടെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വരികയായിരുന്നു. Con questo saluto nell'umile casa di മാർ Nazaret, ജോർജ് ജേക്കബ് കൂവക്കാടിനെ പൗരോഹിത്യത്തിലേക്ക് ഉയർത്തിയതും വഴികാട്ടിയായതും കാലം ചെയ്ത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പൗവത്തിലാണ്. immune da ogni matto di peccato originale. In tanti modi nei secoli, con parole e immagini, i cristiani hanno cercato di rappresentare tale dono, sottolineandoli la grazia e la dolcezza dei lineamenti della benedetta fra tutte le donne, attraverso i tratti somatici e le categorie delle più diverse etnie e culture. E di fatto la Madre di Dio, come osservò San Paolo VI, ci mostra ciò che abbiamo tutti in fondo al cuore, l'immagine autentica dell'umanità, innocente, santa, മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ കുർബാന അർപ്പിക്കുകയാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ. വത്തിക്കാനിൽ നിന്നുള്ള നിമിഷങ്ങൾ, ഭക്തി നിർഭരമായ നിമിഷങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.